നമ്മളിന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ ആൻഡ് ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചാണ്. പേജ് നമ്പർ 43. Technology has become an inseparable part of our lives and has become a necessity in almost every field of work. ഇപ്പം ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു പാർട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏത് ഫീൽഡ് വർക്കിലും ആവശ്യമായിട്ട് വരുവാണ് ടെക്നോളജി. Prolonged and regular use of computers result in health issues, physical as well as mental. അപ്പം നമ്മൾ ഒത്തിരി നേരം അല്ലെങ്കിൽ റെഗുലറായിട്ട് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ്, ഫിസിക്കൽ അല്ലെങ്കിൽ മെൻ്റലായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ ദ കോമൺ ഹെൽത്ത് പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് കമ്പ്യൂട്ടർ യൂസർ. അപ്പം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഹെൽത്ത് പ്രോബ്ലം, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹെൽത്ത് പ്രോബ്ലംസിനെ കുറിച്ചാണ് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ, ഐ സ്ട്രെയിൻ ആൻഡ് വിഷൻ പ്രോബ്ലംസ്. ഐ സ്ട്രെയിൻ ആൻഡ് വിഷൻ പ്രോബ്ലംസ് ആർ മോസ്റ്റ് കോമൺ ആൻഡ് എയർലി ഹെൽത്ത് പ്രോബ്ലംസ് ഡ്യൂ ടു കമ്പ്യൂട്ടർ യൂസ്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു പ്രോബ്ലമാണ് ഐ സ്ട്രെയിൻ അല്ലെങ്കിൽ വിഷൻ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ്ലി starting at the monitor screen without taking breaks or blinking can cause eye strains and dry eyes. അപ്പം നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീൻ മോണിറ്ററിൻ്റെ ഫ്രണ്ടിൽ കണ്ടിന്യൂസ്ലി നോക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ ഒരു ബ്രേക്ക് ഇല്ലാതെ അല്ലെങ്കിൽ കണ്ണ് ചിമ്മാതെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മുടെ കണ്ണിൽ ഐ സ്ട്രെയിൻസ് അല്ലെങ്കിൽ ഡ്രൈ ഐസ് വരാൻ ചാൻസ് ഉണ്ട്. വർക്കിംഗ് ഓൺ ബാഡ് ഗ്ലെയർ ഓർ ഫ്ലിക്കറിങ് ഇമേജ് ഓൾസോ സ്ട്രെയിൻ ഐസ്. അപ്പം മങ്ങിയ വെളിച്ചത്തിൽ അല്ലെങ്കിൽ ഒത്തിരി വെളിച്ചം കൂടിയ ഇമേജുകളൊക്കെ കാണുമ്പോഴത്തേനും നമ്മുടെ ഐക്ക് സ്ട്രെയിൻ വരാൻ ചാൻസ് ഉണ്ട്. ഡ്യൂ ടു ദിസ് ഐ മസിൽസ് ഗെറ്റ് ഫാറ്റിഗ്ഡ് ആൻഡ് സബ്സിക്വൻ്റ്ലി വീക്കൻ. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ മസിലിനൊക്കെ ടയേർഡ്നെസ് ഫീൽ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ കണ്ണ് വീക്കാകാനും ചാൻസ് ഉണ്ട്. ആസ് എ റിസൾട്ട് വിഷൻ ഗെറ്റ്സ് ഇമ്പയർഡ് ആൻഡ് അൺഏബിൾ ടു വ്യൂ ക്ലോസ് ഓർ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് ക്ലിയർലി. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് അല്ലെങ്കിലുള്ള ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് ക്ലിയർ ആയിട്ട് കാണാനുള്ള ഒരു കഴിവ് നഷ്ടപ്പെട്ടു പോകും. അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യണ്ട എന്നല്ല, അതിനുവേണ്ടി ചില ഹെൽത്ത് കെയർ ടിപ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ടേക്ക് റെഗുലർ ഷോർട്ട് ബ്രേക്സ് ഫ്രം സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദി കമ്പ്യൂട്ടർ. അപ്പം നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലിരിക്കുമ്പോൾ റെഗുലറായിട്ട് ഷോർട്ട് ബ്രേക്സ് എടുക്കണം. മെയിൻറ്റെയിൻ പ്രോപ്പർ ഡിസ്റ്റൻസ് ഫ്രം ദ കമ്പ്യൂട്ടർ സ്ക്രീൻ ആൻഡ് ഡു നോട്ട് ഫോർഗെറ്റ് ടു ബ്ലിങ്ക്. അപ്പം ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു പ്രോപ്പർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കണ്ണ് ഇടയ്ക്കിടയ്ക്കൊക്കെ കണ്ണ് ചിമ്മുക. അഡ്ജസ്റ്റ് ദ കോൺട്രാക്റ്റ് ആൻഡ് ബ്രൈറ്റ്നസ് ഓഫ് സ്ക്രീൻ ടു അവോയ്ഡ് ഐ സ്ട്രെയിൻ. അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ കോൺട്രാസ്റ്റൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും അല്ലേ. നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ വരുത്താത്ത രീതിയിൽ നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീന് അല്ലെങ്കിൽ മോണിറ്ററിൻ്റെ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. യൂസ് ആൻറ്റി ഗ്ലെയർ ഗ്ലാസ്സസ്. നമ്മൾ ഗ്ലാസ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത് മസ്കുലർ പ്രോബ്ലംസ് ആണ്. മസ്കുലർ സോർനെസ് ആൻഡ് മസിൽ ഫാറ്റിക് ആർ മോസ്റ്റ് കോമൺ ഹെൽത്ത് ഇഷ്യൂസ് സഫേർഡ് ബൈ റെഗുലർ കമ്പ്യൂട്ടർ യൂസേഴ്സ്. അപ്പം മസിലിന് പെയിനൊക്കെ വരുന്നത് ഒരു പാട് തന്നെയാണ്. ബാക്ക് പെയിൻ, ചെസ്റ്റ് പെയിൻ ഓർ numbness in arms, neck, shoulder and feet are common symptoms due to incorrect posture while using the computer. ഇൻകറക്റ്റ് ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസാണ് ബാക്ക് പെയിനും ചെസ്റ്റ് പെയിനും നംനെസ് ഇൻ ആംസും നെക്കും ഷോൾഡറിലൊക്കെ വേദനയൊക്കെ വരുന്നത് കോമൺ സിംറ്റംസ് ആണ്. Either the user is sitting on an uncomfortable chair or the workstation is not supporting a correct posture. ഇപ്പോൾ നമ്മൾ ഒരു അൺകംഫർട്ടബിൾ ചെയർ അല്ലെങ്കിൽ
നമ്മൾ കറക്റ്റ് പോസ്റ്ററിൽ ഇരുന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള മസ്കുലർ പ്രോബ്ലംസ് വരാൻ ഒത്തിരി ചാൻസ് ഉണ്ട്. കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ കംഫർട്ടബിളായിട്ടുള്ള ചെയർ അല്ലെങ്കിൽ കറക്റ്റ് പോസ്റ്ററൊക്കെ യൂസ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനത്തെ മസ്കുലർ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാതിരിക്കുകയല്ല, അതിന് ചില ഹെൽത്ത് ടിപ്സ് ഇവിടെ തന്നിട്ടുണ്ട്. യൂസ് പ്രോപ്പർ പോസ്റ്റർ, യൂസ് എ പ്രോപ്പർ ചെയർ സോ ദാറ്റ് യൂസേഴ്സ് ബാക്ക് ആൻഡ് ലോവർ ബാക്ക് ഗെറ്റ് പ്രോപ്പർ സപ്പോർട്ട്. നമ്മൾ കറക്റ്റ് പോസ്റ്ററിലും അതുപോലെ തന്നെ കറക്റ്റ് ചെയർ യൂസ് ചെയ്താൽ മതി, ഒരു കുഴപ്പവും വരത്തില്ല. സിറ്റപ്പ് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. അഡ്ജസ്റ്റ് ദ ചെയർ ആൻഡ് ഡെസ്ക് സച്ച് ദാറ്റ് കമ്പ്യൂട്ടർ സ്ക്രീൻ ഈസ് എയ്തർ അറ്റ് ദ യൂസേഴ്സ് ഐ ലെവൽ ഓർ ലോവർ. അപ്പോൾ നമ്മുടെ ഐ ലെവൽ അനുസരിച്ച് നമ്മുടെ ചെയർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ടേക്ക് എ സ്മോൾ ബ്രേക്ക് ഫ്രം വർക്ക് ആൻഡ് സ്ട്രെച്ച് എ ബിറ്റ്. അപ്പം വർക്കിൻ്റെ ഇടയ്ക്കിൽ നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുക്കുക. ഇതൊക്കെയാണ് മസ്കുലർ പ്രോബ്ലംസ് വരാതിരിക്കാനുള്ള ഹെൽത്ത് ടിപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇഷ്യൂ ആണ് റെപ്പറ്റീവ് സ്ട്രെയിൻ ഇഞ്ചുറി എന്ന് പറയുന്നത്. റെപ്പറ്റീവ് സ്ട്രെയിൻ ഇഞ്ചുറീസ് ആർ കോസ്ഡ് ബൈ റെപ്പറ്റീവ് ടാസ്ക് ഓർ ഔട്ട്വാർഡ് പൊസിഷൻസ്. അപ്പം റെപ്പറ്റീവ് സ്ട്രെയിൻ ഇഞ്ചുറീസ് വരുന്നത് റെപ്പറ്റീവ് ആയിട്ടുള്ള ടാസ്ക് അല്ലെങ്കിൽ ശരിയായ പൊസിഷനിൽ ഇരിക്കാത്തത് മൂലമാണ് റെപ്പറ്റീവ് സ്ട്രെയിൻ ഇഞ്ചുറീസ് ഉണ്ടാകുന്നത്. പെയിൻ ഇൻ നെക്ക്, ഷോൾഡർ ഓർ എനിവെയർ ഫ്രം ദി ഷോൾഡർ ടു ഫിംഗേഴ്സ് മേ ഇൻഡിക്കേറ്റ് റെപ്പറ്റീവ് സ്ട്രെയിൻ ഇഞ്ചുറി. അപ്പോൾ നെക്കിന് പെയിൻ വരിക, ഷോൾഡറിന് അല്ലെങ്കിൽ ഫിംഗേഴ്സിനൊക്കെ പെയിൻ വരുന്നതൊക്കെ റെപ്പറ്റീവ് സ്ട്രെയിൻ ഇഞ്ചുറിക്ക് എക്സാമ്പിളാണ്. വെൻ യു യൂസ് യുവർ മസിൽസ് ഇൻ അപ്വാർഡ് പൊസിഷൻ യു മേ എക്സ്പീരിയൻസ് സ്റ്റിഫ്നെസ്, പെയിൻ ഓർ സ്വെല്ലിംഗ് ഇൻ ദാറ്റ് ഏരിയ. നമ്മൾ ശരിയായ പൊസിഷനിലല്ല നമ്മുടെ ഹാൻഡൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ ആ ഭാഗത്ത് തന്നെ നമുക്കൊരു പെയിനും ഒരു നീറ്റലൊക്കെ കാണുമായിരിക്കും. റെഗുലർ ടൈപ്പിംഗ് ആൻഡ് യൂസ് ഓഫ് മൗസ് ഓവർ പ്രൊലോങ്ഡ് പീരിയഡ്സ് കോസ് സ്ട്രെയിൻ ടു ദി കൺസേൺഡ് മസിൽസ് ആൻഡ് ലിഗ്മെൻറ്റ്. അപ്പം റെഗുലറായിട്ട് ടൈപ്പ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഒത്തിരി നേരം മൗസ് യൂസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കൈക്ക് സ്ട്രെയിൻ വരാനുണ്ട്. നമ്മുടെ കൈയുടെ മസിൽസിന് അതുപോലെ തന്നെ ലിഗ്മെൻറ്റിനൊക്കെ സാധാരണ സ്ട്രെയിൻ വരാറുണ്ട്. ഇനി അതിനുള്ള ഹെൽത്ത് കെയർ ടിപ്സാണ് തന്നേക്കുന്നത്. പ്ലേസ് ദ മൗസ് ബിസൈഡ് ദ കീബോർഡ്. അപ്പം മൗസ് കീബോർഡിനുള്ളിൽ തന്നെ അപ്പുറത്ത് തന്നെ പ്ലേസ് ചെയ്യുക. റിലാക്സ് ദ ആംസ് ആൻഡ് ഗെറ്റ് എ ഫ്യൂ സ്ട്രെച്ച്ഡ് വെൻ നോട്ട് ടൈപ്പിംഗ് ഓർ യൂസിങ് ദ മൗസ്. അപ്പം കുറച്ച് സമയത്തേന് ആംസൊക്കെ റിലാക്സ് ചെയ്യണം. മൂവ് യുവർ എൻ്റയർ ആം വൈൽ മൂവിങ് ദ മൗസ്. അപ്പം നമ്മൾ മൗസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എൻ്റയർ ആയിട്ടുള്ള മുഴുവനും കൈ അനക്കുക. ഡോണ്ട് ജസ്റ്റ് മൂവ് യുവർ റിസ്റ്റ് ബൈ ഫിക്സിങ് അറ്റ് വൺ പൊസിഷൻ. അതുപോലെ തന്നെ ഒരു പൊസിഷനിൽ തന്നെ റിസ്റ്റ് മൂവ് ചെയ്യാതെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഫിക്സ് ചെയ്യാതെ മൊത്തത്തോടെ അനക്കുക. ടൈപ്പിംഗ് ഷുഡ് ബി ജെൻറ്റിൽ. അതുപോലെ തന്നെ ഭയങ്കര ശക്തിയായിട്ട് കീബോർഡ് ടൈപ്പ് ചെയ്യാതെ ജെൻറ്റിലായിട്ട് സാധാരണ ടൈപ്പ് ചെയ്യുന്ന പോലെ ടൈപ്പ് ചെയ്യണം. ഡു നോട്ട് ഫിക്സ് യുവർ റിസ്റ്റ് ഇൻ എ സെർട്ടൻ പൊസിഷൻ വൈൽ ടൈപ്പിംഗ്. നമ്മുടെ റിസ്റ്റൊക്കെ നമ്മൾ എവിടെയെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോഴത്തേനും ഒരു സ്ഥലത്ത് തന്നെ ഉറപ്പിച്ച് വെക്കാതെ എൻ്റയർ ആയിട്ട് മൂവ് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് ഈ റെപ്പറ്റീവ് സ്ട്രെയിൻ ഇഞ്ചുറിക്കുള്ള ഹെൽത്ത് കെയർ ടിപ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത് ഹെഡേക്കാണ്. ഹെഡേക്ക് കോമൺ ആയിട്ട് തന്നെ എല്ലാവർക്കും വരുന്നതാണ്. മസിൽ ടെൻഷൻ കൂടുമ്പോൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ കഴുത്തിൻ്റെ അവിടെ തലവേദനയൊക്കെ സാധാരണ വരാറുണ്ട്. മെനി എ ടൈംസ് പ്രൊലോങ്ഡ് യൂസ് ക്യാൻ ആഫ്റ്റർ ഐ പവർ വിച്ച് ബീറ്റ്സ് വിഷൻ കറക്ഷൻ. അപ്പം നമ്മൾ ഒത്തിരി നേരം ഐ പവർ യൂസ് ചെയ്താലും നമുക്ക് തലവേദന വരാറുണ്ട്. അപ്പം ഇവിടെ ഹെൽത്ത് കെയർ ടിപ്സ് കൊടുത്തിട്ടുണ്ട്. കണ്ടക്ട് ഐ പവർ ടെസ്റ്റ്. ഇഫ് ഹെഡ് ഏക്ക് ഈസ് കോമൺ പ്രോബ്ലം വിത്ത് യൂസർ, കീപ് ദ നെക്ക് സ്ട്രെയിറ്റ് when if in front of computer and take breaks the circle neck a bit, release the strain. അപ്പം നമ്മൾ
കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോഴത്തേനും നെക്കൊക്കെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിയിരിക്കാതെ ബ്രേക്ക് എടുക്കുക. അപ്പോൾ ഐയുടെ സ്ട്രെയിൻ തന്നെ കുറയും. ഐയുടെ സ്ട്രെയിൻ കുറഞ്ഞാൽ തന്നെ ഹെഡ് ഏക്ക് കുറയും. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇഷ്യൂ ആണ് മെൻ്റൽ സ്ട്രെസ്. Long hours in front of the computer and work pressure can have negative bearing the mental setup of the computer users. അപ്പോൾ നമ്മൾ ഒത്തിരി സമയം കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്കിൻ്റെ പ്രഷറൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ യൂസേഴ്സിന് നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ചിന്തകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. They have a very little time to socialize or for any outdoor reaction. This will cause mental stress. അപ്പോൾ നമ്മൾ ഒത്തിരി സമയം കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഉപയോഗിക്കാതെ പുറത്ത് സോഷ്യലായിട്ടൊക്കെ ഒന്ന് ഇടപെടുകയാണെങ്കിൽ നമ്മുടെ ഈ മെൻ്റൽ സ്ട്രെസ്സൊക്കെ ഇച്ചിരി കുറയും. അപ്പോൾ ഇവിടെ തന്നെ ഹെൽത്ത് കെയർ ടിപ്സ് തന്നിട്ടുണ്ട്. ടേക്ക് എ സ്മോൾ റെഗുലർ ബ്രേക്ക് ഫ്രം വർക്കിംഗ് ഓൺ ദ കമ്പ്യൂട്ടർ. അപ്പം നമ്മൾ റെഗുലറായിട്ടുള്ള ബ്രേക്ക് എടുക്കണം കമ്പ്യൂട്ടർ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പം. സോഷ്യലൈസ് ആൻഡ് സ്പെൻഡ് ടൈം വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. അതുപോലെ തന്നെ ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. മെഡിറ്റേഷൻ ഈസ് ഗ്രേറ്റ് ആൻഡ് ഈസ് നോൺ സ്ട്രെസ് റിലീവർ. അപ്പം നമ്മൾ മെഡിറ്റേഷനൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മെൻ്റൽ സ്ട്രെസ്സ് കുറയാൻ ഒത്തിരി ചാൻസ് ഉണ്ട്. യോഗ എക്സസൈസ് ആർ ഓൾസോ ഗുഡ്. അല്ലെങ്കിൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സ് ഒഴിവാക്കാൻ പറ്റും. പ്രോപ്പർ യൂസേജ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇൻ്റർനെറ്റ് എന്താണെന്ന് നോക്കാം. The users should take personal responsibility, ensure due diligence and care while using computers and internet. കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേനും പേഴ്സൺ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കണം. ലീഗൽ ആൻഡ് എത്തിക്കൽ യൂസ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ഇൻ്റർനെറ്റ് റിസോഴ്സസ് ഇസ് എ നെസസിറ്റി നോവേഡേയ്സ്. അപ്പം ലീഗൽ അല്ലെങ്കിൽ എത്തിക്കൽ യൂസ് ഓഫ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് റിസോഴ്സ് എന്ന് പറയുന്നത് ഇപ്പം ഈ ദിവസങ്ങളിൽ ഈ ഡേയ്സിലൊക്കെ ഇപ്പം നെസസിറ്റി ആയിട്ട് തന്നെ മാറിക്കഴിഞ്ഞു. ഒരിക്കലും ഒഴിച്ചുകൂടാത്തൊരു ഘടകമായി മാറിക്കഴിഞ്ഞു. ഇനി ഫസ്റ്റ് സൈബർ എത്തിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. എത്തിക്സ് എന്ന് പറയുമ്പോൾ ഒരു നോളജിൻ്റെ ബ്രാഞ്ചാണ്. ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില മോറൽ പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. സൈബർ എത്തിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്കുള്ള റെസ്പോൺസിബിലിറ്റി, നമ്മൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ പെരുമാറണം എന്നാണ് സൈബർ എത്തിക്സിനെ കുറിച്ച് പറയുന്നത്. ഒബ്സർവിങ് സൈബർ എത്തിക്സ് ഈസ് നീഡഡ് ഫോർ സേഫ് ആൻഡ് എൻജോയബിൾ ഇൻ്റർനെറ്റ് എക്സ്പീരിയൻസ്. ഇപ്പം നമുക്ക് ചില റൂൾസ്, സൈബർ സൈഡിലുള്ള ചില റൂൾസ് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സേഫായിട്ടും എൻജോയബിളായിട്ടും ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ നമുക്ക് പറ്റും. ഫ്യൂ കോമൺലി അക്സെപ്റ്റഡ് എത്തിക്സൽ പ്രാക്ടീസസ്. അപ്പം ചില എത്തിക്കൽ പ്രാക്ടീസാണ് പേജ് നമ്പർ 46 തന്നിരിക്കുന്നത്. റെസ്പെക്റ്റ് ആൻഡ് പ്രൊട്ടക്റ്റ് ദ പ്രൈവസി ഓഫ് അതേഴ്സ് ഓൺലൈൻ. അപ്പം നമ്മൾ ഒരു ആളുടെ അല്ലെങ്കിൽ മറ്റൊരു ആളുടെ പ്രൈവസിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുകയും ഓൺലൈനായിരിക്കുന്ന അവസ്ഥയിൽ റെസ്പെക്റ്റ് ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യണം. റെസ്പെക്റ്റ് ഡിജിറ്റൽ ഓണർഷിപ്പ് റൈറ്റ്സ് വൈൽ യൂസിങ് ഇൻഫർമേഷൻ ഫ്രം ഇൻ്റർനെറ്റ്. അപ്പം ചില ഡിജിറ്റൽ ഓണർഷിപ്പ് റൈറ്റ്സ് ഉണ്ട് ഒരു ഇൻഫർമേഷൻ യൂസ് ചെയ്യുമ്പം, അതൊക്കെ റെസ്പെക്റ്റ് ചെയ്യണം. ഡു നോട്ട് സൈബർ ബുള്ളി. അപ്പം സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ ആക്രമണങ്ങളൊന്നും നടത്തരുത്. ഡു നോട്ട് ബ്രേക്ക് ഇൻ ടു സമ്മൺ എൽസ് കമ്പ്യൂട്ടർ. ഒരാളുടെ കമ്പ്യൂട്ടറിനെ ഒരിക്കലും തടസ്സപ്പെടുത്തരുത്. ഡു നോട്ട് യൂസ് സമ്മൺ എൽസ് പാസ്വേഡ്. ഇപ്പം നമ്മൾ വേറൊരു ആളുടെ പാസ്വേഡ് ഉപയോഗിക്കുന്നത് മര്യാദകേടാണ്. ഡു നോട്ട് അറ്റംപ്റ്റ് ടു ഇൻഫെക്റ്റ് ഓർ ഇൻ എനി വേ ട്രൈ ടു മേക്ക് സമ്മൺ എൽസ് കമ്പ്യൂട്ടർ അൺയൂസബിൾ. ഇപ്പം നമ്മൾ ഏത് വേയിലും ഒരു ആളുടെ കമ്പ്യൂട്ടറെ യൂസ് ചെയ്യാൻ പാടില്ല.
adhere to copyright restrictions where downloading material from internet. അപ്പം നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേനും കോപ്പിറൈറ്റ് റെസ്ട്രിക്ഷൻസിനെ മാനിക്കണം. എന്തും ആയിക്കോട്ടെ, സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, ഗെയിംസ് ആയിക്കോട്ടെ, മൂവി ആയിക്കോട്ടെ, മ്യൂസിക്, എന്ത് ഡൗൺലോഡ് ചെയ്താലും അവർ കോപ്പിറൈറ്റ് റെസ്ട്രിക്ഷനെ നമ്മൾ മാനിക്കണം. ഡു നോട്ട് പ്രീ-അറ്റംപ്റ്റ് ടു someone else. Respect and protect integrity, available and security of all electronic resources. നമുക്ക് അല്ലേ ചില സെക്യൂരിറ്റി കീസൊക്കെ ഉണ്ട്. അപ്പം അതിനെയൊക്കെ നമ്മൾ മാക്സിമം ഇൻറ്റഗ്രിറ്റി ഉറപ്പാക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിന് പരമാവധി സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇൻറ്റഗ്രിറ്റി ഉറപ്പ് വരുത്തുക. ഇനി നമുക്ക് സൈബർ അഡിക്ഷൻ എന്താണെന്ന് നോക്കാം. സൈബർ അഡിക്ഷൻ റെഫേഴ്സ് ടു എക്സസീവ് യൂസ് ഓഫ് കമ്പ്യൂട്ടർ ഓർ ഇൻ്റർനെറ്റ് ഓർ ഗെയിമിംഗ് ദാറ്റ് ഇൻ്റർഫേസ് വിത്ത് ഡെയിലി ലൈഫ്. അപ്പം സൈബർ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഒരു പരിധി കൂടുതൽ ഉപയോഗിക്കുന്നുവെങ്കിൽ അതൊരു സൈബർ അഡിക്ഷനാണ്. അഡിക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ കമ്പൾസീവ് നീഡ് ഫോർ ആൻഡ് യൂസ് ഓഫ് ഹാബിറ്റ് ക്യാരക്ടറൈസ്ഡ് ബൈ വെൽ ഡിഫൈൻഡ് സിംറ്റംസ് അപ്പോൺ വിത്ഡ്രോവൽ. അപ്പം അഡിക്ഷന് ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ ഒരു ഹാബിറ്റായിട്ട് അല്ലെങ്കിൽ കമ്പൽസറി നീഡായിട്ട് ഇൻ്റർനെറ്റിനെയൊക്കെ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു സൈബർ അഡിക്ഷനാണ്. എക്സസീവ് വീഡിയോ ഗെയിമിംഗ്, കമ്പൽസീവ് ഓൺലൈൻ ഷോപ്പിംഗ് ആൻഡ് ഇൻ്റർനെറ്റ് യൂസസ്, എക്സസീവ് യൂസ് ഓഫ് സ്മാർട്ട് ഫോൺ എക്സെട്ര ആർ സിംറ്റംസ് ഓഫ് സൈബർ അഡിക്ഷൻ. ഇപ്പം നമ്മൾ വീഡിയോ ഒത്തിരി ഒരു പരിധി കൂടുതൽ കാണുക, അല്ലെങ്കിൽ കമ്പൽസറി ആയിട്ട് തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുക, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് യൂസ്, ഒത്തിരി സമയം സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുക, ഇതൊക്കെ സൈബർ അഡിക്ഷന് എക്സാമ്പിൾസാണ്. ദിസ് വിൽ അഫക്റ്റ് ദെയർ സോഷ്യൽ ലൈഫ് ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് ആസ് വെൽ. അപ്പം നമ്മൾ ഇത് നമ്മുടെ ഒരാളുടെ സോഷ്യൽ ലൈഫിനെ അല്ലെങ്കിൽ തന്നെ പേഴ്സണൽ റിലേഷനെ തന്നെ ബാധിക്കുന്നുണ്ട്. കാരണം സോഷ്യലായിട്ട് സംസാരിക്കേണ്ട അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇടപഴകേണ്ട സമയത്ത് പോലും നമ്മൾ ഈ ഫോണ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിനെ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അയാളുടെ പേഴ്സണൽ ലൈഫിനെ തന്നെ ബാധിക്കും. They experience tremendous anxiety when they are forced to without their phones, computers or tablet and unplugged from internet. അപ്പം അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ടാബ്ലറ്റ് എന്തും ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്തോ ആൻസൈറ്റി പോലെ തോന്നിക്കും. അതിനകത്ത് നിന്ന് കരകയറാൻ പറ്റുകയില്ലാത്ത ഒരു സ്വഭാവം. ഇപ്പം നിയന്ത്രിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാലും നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അതിനെയാണ് സൈബർ അഡിക്ഷൻ എന്ന് പറയുന്നത്. സൈബർ അഡിക്ഷൻ, ഓൾസോ നോൺ ആസ് ഇൻ്റർനെറ്റ് അഡിക്ഷണൽ ഡിസോർഡർ, ഈസ് ആൻ ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ. അതെന്ന് പറയുന്ന ഒരു ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡറാണ്. ഇൻ്റർനെറ്റ് അഡിക്ട്സ് ഓഫ്റ്റൻ യൂസ് ഇൻ്റർനെറ്റ് ആസ് fantasy world to connect with people online as a substitute for connecting with the people face to face. ഇപ്പം ഇൻ്റർനെറ്റ് അഡിക്റ്റഡ് ആയിട്ടുള്ളവർ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു ഫാൻറ്റസി വേൾഡായിട്ട് തന്നെയാണ് കാണുന്നത്. പീപ്പിളിൻ്റെ ഓൺലൈനായിട്ട് കാണുന്നതൊക്കെ ഒരു ഫാൻറ്റസി വേൾഡ് പോലെയാണ് കാണുന്നത്. ദ വേരിയസ് സൈൻസ് ഓഫ് ഇൻ്റർനെറ്റ് ഓർ സൈബർ അഡിക്ഷൻ. ഇതിനകത്ത് ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ സൈബർ അഡിക്ഷൻ്റെ സയൻസൊക്കെ തന്നിട്ടുണ്ട്, സിഗ്നൽസൊക്കെ തന്നിട്ടുണ്ട്. സാക്രിഫൈസിങ് വർക്ക് ഓർ കോഴ്സ് ടു സ്പെൻഡ് മോർ ടൈം ഓൺലൈന്. അപ്പം വർക്കൊക്കെ കുറച്ച്, അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യേണ്ട ടാസ്കുകളൊക്കെ കുറച്ച് അതിനേക്കാട്ടിലും കൂടുതൽ സമയം ഓൺലൈൻ ചിലവാക്കുക. ലോസിങ് ട്രാക്ക് ഓഫ് ഓൺലൈൻ ടൈം. അപ്പോൾ ഓൺലൈൻ ടൈം എന്തേരെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു അവസ്ഥ പോലും അറിയാതിരിക്കുക. സ്റ്റേയിങ് ഓൺ ദ ഇൻ്റർനെറ്റ് ലോങ്ങർ ദാൻ ഇൻ്റൻഡഡ്. അപ്പം ഇൻ്റർനെറ്റ് കൂടുതൽ സമയം ചിലവാക്കുക. ഫീലിംഗ് ആംഗ്രി ഓർ ഇറിറ്റബിൾ ഇഫ് ഇൻ്റർനെറ്റ് ടൈം ഈസ് ഇറപ്റ്റഡ്. ഇപ്പം ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഇൻട്രപ്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേഷ്യം വരിക. യൂസിങ് ദ ഇൻ്റർനെറ്റ് ആസ് ആൻ ഔട്ട്ലെറ്റ് ഫോർ ഫീലിങ്സ് ഓഫ് ഡിപ്രഷൻ, സ്ട്രെസ് ഓർ സെക്ഷൽ എക്സൈറ്റ്മെൻറ്റ്. അപ്പം ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഡിപ്രഷന്, സ്ട്രെസ്സ്,
സെക്ഷൽ എക്സൈറ്റ്മെൻറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവുക. ഐസൊലേറ്റിംഗ് ഫ്രം ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഇൻ ഫേവർ ഓഫ് ദി ഇൻ്റർനെറ്റ്. ഇപ്പം ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്ന് മാറി തന്നെ ഇൻ്റർനെറ്റിൽ തന്നെ ഇരിക്കുക. ഫീലിംഗ് ദാറ്റ് ദി ഓൺലൈൻ ഫ്രണ്ട്സ് ആർ ഓൺലി പീപ്പിൾ ഹു ട്രൂലി അണ്ടർസ്റ്റാൻഡ് യു എക്സെട്ര. അപ്പം ഇൻ്റർനെറ്റിൽ കൂടെയുള്ള സുഹൃത്തുക്കളാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ എന്നൊക്കെ തിരിച്ചറിയുക. ഇതൊക്കെയാണ് സൈബർ അഡിക്ഷൻ്റെ വേരിയസ് ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. ഇതല്ലാതെ 3 ടൈപ്പ് ഓഫ് ഇൻ്റർനെറ്റ് അഡിക്ഷൻസ് ഉണ്ട്. എക്സസീവ് ഗെയിമിങ്, സെക്ഷൽ പ്രൊക്കപ്പഷൻസ്, ഇമെയിൽ ഓർ ടെക്സ്റ്റ് മെസ്സേജിങ്. അപ്പോൾ എക്സസീവ് ഗെയിമിങ്ങിനകത്ത് മജോറിറ്റി ഓഫ് ടൈം ഓൺലൈനായിട്ട് ഗെയിം കളിക്കുന്നതിന് വേണ്ടി എടുക്കുന്നതാണ് എക്സസീവ് ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനെറ്റ് അഡിക്ഷന്. നെക്സ്റ്റ് ഉണ്ട് സെക്ഷൽ പ്രീഓക്യുപ്പേഷൻസ്. അപ്പം സെക്ഷൽ പ്രീഓക്യുപ്പേഷനകത്ത് ഇൻ്റർനെറ്റ് അഡിക്ഷൻ ഒന്നിൽ കൂടുതൽ എൻഗേജ് ചെയ്യുക, നെറ്റിൽ എൻഗേജ് ചെയ്യുക, ഓൺലൈൻ അഫെയർ ഉണ്ടായിരിക്കുക, അങ്ങനെയൊക്കെയുള്ളതാണ് സെക്ഷൽ പ്രീഓക്യുപ്പേഷൻസ് എന്ന് പറയുന്നത്. അത് സെക്ഷൽ പ്രീഓക്യുപ്പേഷൻ വരുമ്പോഴത്തേനും റിയൽ വേൾഡ് റിലേഷൻഷിപ്പിനെ ഈ ഇൻ്റർനെറ്റ് റിലേഷൻഷിപ്പുമായിട്ട് താരതമ്യം ചെയ്തിട്ട് കൂടുതലും ഇൻ്റർനെറ്റ് അഡിക്ഷനിലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് ടൈപ്പ് ഉണ്ട് ഇമെയിൽ ഓർ ടെക്സ്റ്റ് മെസ്സേജിങ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻ്റർനെറ്റ് അഡിക്ഷൻ. These addictives have apparent obsession with talking to people and consistently checking their phone. ഇപ്പം ഒരാളോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫോണിൽ ചെലവഴിക്കാനാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ശ്രമിക്കുന്നത്. People with this internet addiction subtype may feel extreme anxiety or depression if they are unable to check their messages or they receive no messages for a certain length of time. അപ്പം ഇങ്ങനെ തരത്തിലുള്ള അഡിക്ഷനിൽ പെട്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ ആരെങ്കിലും മെസ്സേജ് അയച്ചില്ലെങ്കിൽ ഒരു ടൈമിൽ കൂടുതൽ സമയത്ത് കൂടുതൽ മെസ്സേജ് വന്നില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആൻസൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷനൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് അഡിക്ഷൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫിസിക്കൽ സിംറ്റംസ് ഉണ്ട്. ഇൻസോമിയ, ടെൻഷന്, ഹെഡേക്സ്, ഡ്രൈ ഐ, കാർപ്പൽ ടൂണൽ സിൻഡ്രം, ഇതൊക്കെ ഇൻ്റർനെറ്റ് അഡിക്ഷനിൽ പെടുന്നത് തന്നെയാണ്. സെക്കൻഡറി ഫിസിക്കൽ സിംറ്റംസും ഉണ്ട്. വിഷൻ പ്രോബ്ലംസ്, വെയിറ്റ് ഗെയിന്, നെക്കിന് വേദന, ബാക്ക് ഏക്ക് ആൻഡ് സർക്കുലേഷൻ പ്രോബ്ലംസ്, ഇതൊക്കെ സെക്കൻഡറി ഫിസിക്കൽ സിംറ്റംസ്. ഈ ഇൻ്റർനെറ്റ് കൂടുതലായിട്ടും അഡിക്റ്റ് ആയിട്ട് കിടക്കുന്ന ആൾക്കാർക്ക് വരുന്ന സിംറ്റംസാണ് ഈ 3 ടൈപ്പ് ഓഫ് സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് പ്രോപ്പർ യൂസേജ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇൻ്റർനെറ്റ്, എങ്ങനെയാണ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കേണ്ടത്, ചില സൈബർ എത്തിക്സിനെ കുറിച്ച് കണ്ടു, പിന്നെ സൈബർ അഡിക്ഷൻ എന്താണെന്ന് കണ്ടു, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൈബർ അഡിക്ഷൻ കണ്ടു. അപ്പം ഇതാണ് ഈ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി അടുത്തത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം.